ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷോപ്പിങ്ങും പിന്നെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ വീട്ടിൽ 2 ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും ഷോപ്പിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുന്നത്താത്താൻ്റെ മോൻ്റെ നിക്കാഹ്, അതായത് അസ്കർ ഖാൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ നിക്കാഹാണ്. അപ്പം ഞങ്ങൾ പെണ്ണിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ ഹോസ്പിറ്റലിലുള്ള സമയത്ത് ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പെണ്ണിനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞങ്ങൾ ഓരോ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ കോട്ടക്കലിലാണ് പോയത്. പെണ്ണും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ അങ്ങനെ പെണ്ണിനെ കാണിക്കണില്ല. ഇൻഷാ അല്ലാഹ് നിക്കാഹിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യം ഡ്രസ്സ് എടുത്തു. നോവലിൽ നിന്നാണ്, കോട്ടക്കൽ നോവലിൽ നിന്ന് ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഒന്നിച്ചങ്ങനെ ഷോപ്പിങ്ങിന് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ കുറേ സമയം അങ്ങനെ ഷോപ്പിങ്ങിന് നടക്കേണ്ട വെച്ച് ഞങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് കുറച്ചായിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസം പെണ്ണിനെയും കൊണ്ട് ഇറങ്ങിയപ്പം അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഓർണമെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ആക്സസറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കൽ തായിഫ് മാളിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെണ്ണിനുള്ള ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തായിഫ് മാളിൽ നിന്നും ഇറങ്ങി. പിന്നെ പെണ്ണിനുള്ള ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മലപ്പുറത്തുനിന്നും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ട് പെണ്ണിനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം 2 ഫംഗ്ഷനിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷെയിൻ്റെ ഒക്കെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉമ്മാക്കുള്ള സാരികൾ 2 എടുക്കാനുണ്ടായിരുന്നു. അപ്പം നിക്കാഹിനുള്ളതും ഹൗസ് വാമിങ്ങിനുള്ള സാരിയൊക്കെ എടുക്കുകയാണ്. അപ്പം ഉമ്മ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോന്നിട്ടുള്ളൂ, ഉമ്മ പോന്നിട്ടില്ല. അപ്പം ഉമ്മക്കുള്ള സാരി കിട്ടി. ഇനി ഞങ്ങൾക്ക് ഷോളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിൽക്കാനുള്ള ഡ്രസ്സ് എൻ്റെ ഷെയിൻ്റെയും ഷേസൻ്റെയും അതിൻ്റെയൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിട്ടുള്ള ഷോളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ടായിരുന്നു. അപ്പോൾ അത് മഞ്ചേരി കസവ് കേന്ദ്രയിൽ പോയിട്ട് എടുത്തു. അങ്ങനെ അന്നത്തെ ദിവസം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയും കുറേ ബാക്കിയുണ്ട്. അപ്പം അന്നത്തെ ഞങ്ങൾ അങ്ങനെ നിർത്തി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുട്ടികൾ വരുന്നതിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു DiSano പാസ്റ്റലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസ്ത വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റീൽസും അതുപോലെ തന്നെ യൂട്യൂബിലേക്കുള്ളത് ഒരുമിച്ച് ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ട് 2 ഫോണിലായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കുക്കറിൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പാസ്ത റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആയിട്ട് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഔട്ട്ഡോർ ഷൂട്ടാണ് കേട്ടോ. അപ്പം ഇതാ നമ്മൾ റെസിപ്പിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റെസിപ്പി നോക്കുകയും ചെയ്യാം, ഞാനതിൻ്റെ ഇടയിൽ റീല് ഷൂട്ട് ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെ പാസ്ത റെസിപ്പിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പിന്നെ മസാല പൗഡറും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതാ കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ബാക്കി തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക്, പിന്നെ 2 ചിക്കൻ ക്യൂബ്സ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൗഡറുകളാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചിക്കനും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വേവായതിനു ശേഷം നമ്മളിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കുക്കറിലായിട്ട് ആക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ വേണം, കുട്ടികൾ കുറേ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് ഇതിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് പാസ്ത കുറച്ച് അധികം വേണം, കുട്ടികൾ നമ്മൾ കുറച്ച് അധികം ആൾക്കാരുണ്ടല്ലോ. പിന്നെ ഈ ഒരു കുക്കറിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് മാറ്റിയിട്ട് ഇതിലിട്ടിട്ട് വേവിക്കായിരിക്കും. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നോർമലി നമ്മൾ പാസ്ത ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യൽ. അപ്പം അതിന് പകരം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1.5 കപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്
കുക്കറിൽ ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിസിലിൽ വേവിച്ചെടുത്താൽ മതി. അവളുടെ പാസ്ത റെഡിയായി. നമ്മൾ പാസ്തയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പാസ്ത നിൽക്കുന്ന ആ ഒരു ലെവൽ വരെ വെള്ളം ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ചോറൊന്നും കഴിക്കാതെ പെട്ടെന്ന് പോയി വരാൻ വിചാരിച്ചിട്ട്, മക്കളൊക്കെ വരുന്നതിൻ്റെ മുന്നേ പോയി വരാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു അവിൽ മിൽക്ക് കുടിച്ചു. അപ്പം ഇനി ഞങ്ങൾ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിന്, ഷെയ്ഡൊക്കെ ഹൗസ് വാമിങ്ങിനുള്ള ഡ്രസ്സിന്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടാണ്ടായിരുന്നു. അതിനിടയിൽ നമ്മളൊരു ഫാൻസിയിൽ കയറി നോക്കിയതാണ്, കുറച്ച് ആക്സസറീസൊക്കെ നോക്കിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് ഷോള് കിട്ടാണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സിലേക്കുള്ള നിക്കാഹിന്, മനുവിൻ്റെ നിക്കാഹിനുള്ള ഡ്രസ്സിലേക്ക് ഷോള് റെഡി ആവാണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിരഞ്ഞിറങ്ങിയതാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അന്ന് ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓട്ടോയിൽ അങ്ങനെ തിരിച്ചു പോയി. ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് പോവാണ്. എന്നും ഷോപ്പിങ്ങിന് പോവും, ഒരു ശീലമായി പോയി. എന്നും ഒരേ ഡ്രസ്സ്, ഒരേ ഷോപ്പിംഗ് ഹൗസ് വാമിങ് ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ എന്നും വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിങ്ങിനായിട്ടും അതുപോലെ ഹൗസ് വാമിങ്ങിനുള്ള ഷോപ്പിങ്ങിനായിട്ടൊക്കെ ഇറങ്ങാൻ കേട്ടോ. ഡ്രസ്സ് സെറ്റ് ആവാനാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ എന്നും ഇറങ്ങുന്നുണ്ട്, പക്ഷേ എന്നും കുറച്ച് നേരം മാത്രമുള്ളൂ ഞങ്ങൾക്ക് കിട്ടൽ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊപ്പം ഉള്ളവർക്ക് വീട്ടിൽ കയറേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇവിടെ ഫുൾ തിരക്കാണല്ലോ, നമ്മളോരോ പിന്നെ ഹൗസ് വാമിങ്ങൊക്കെ ആകുമ്പോൾ പണിക്കാർ തരവും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ തിരക്കുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സമയം ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനും ഷേസനുണ്ട്, അതിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സ്കൂൾ വിട്ട് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പിന്നെ ചെരുപ്പ് എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷെയ്ൻ്റെയൊക്കെ ഹൗസ് വാമിങ്ങിനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡ്രസ് കോഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അതിനുള്ള ഡ്രസ്സ് നമുക്ക് ഒരേ കളറിൽ കുറേ ഡ്രസ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഷേസക്കും അതൊക്കും സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മലപ്പുറത്തുള്ള തൊയ്ബയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനുവിൻ്റെ നിൽക്കാനുള്ള കുറച്ച് ഡ്രസ്സ് ഇവിടെ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തതൊക്കെ. അപ്പം ഇവിടെ തന്നെ ഇവരുടെയും ഷേസൻ്റെയും അതൻ്റെയും ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വിചാരിച്ചത്. ഞങ്ങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യിച്ചതെന്നൊക്കെ ഞാൻ ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രസ് കോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഫസ്റ്റത്തെ കാര്യം കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷേസൻ്റെയും അതൻ്റെയും മെഷർമെൻറ്റ് എടുക്കണമെങ്കിൽ ഒരെണ്ണ വരണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് നമ്മൾ ഓൾറെഡി അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികളുടെയും ഉമ്മാൻ്റെയും ഇതിൻ്റെയൊക്കെ ബ്ലൗസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചിലതൊക്കെ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ചെരുപ്പും അതുപോലെ ആക്സസറീസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം. അപ്പം എന്നും എല്ലാം വാങ്ങിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഓരോന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഷേസൻ്റെയൊക്കെ ക്ലോത്ത് എടുത്ത സമയത്ത് പാൻസിനുള്ള ക്ലോത്ത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വീണ്ടും അവരുടെ മെഷർമെൻ്റൊക്കെ എടുത്തതിന് ശേഷം പോയിട്ട് എടുത്ത് പോരുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം മുതലേ ഹീൽസ് ഇടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ബാക്ക് പെയിൻ വന്നതിന് ശേഷം അധികം ഹീൽസൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനത്തെ ചെരുപ്പ് നോക്കും വേണം, എന്നാൽ കുറച്ച് ഹീൽസും വേണം, അങ്ങനെയുള്ള രീതിയിലുള്ള ചെരുപ്പാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ചെരുപ്പ് കിട്ടി. അപ്പം മനുവിൻ്റെ നിക്കാഹിനുള്ള ഡ്രസ്സ് ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ എൻ്റെ ഷെയ്ഡിൻ്റെ ഡ്രസ്സിലേക്കുള്ള ആക്സസറീസൊക്കെ നമ്മളടുത്ത് തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചിട്ടില്ല. ഷേസക്കും അതൊക്കെ എന്തൊക്കെ കമ്മലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് അത് വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ എപ്പോൾ ഫാൻസി കയറി കഴിഞ്ഞാലും റിങ് നോക്കും കേട്ടോ. അപ്പോൾ റിങ് നല്ലതുണ്ടോ നോക്കിയപ്പോൾ നമുക്ക് ഡ്രസ്സിലേക്ക് മാച്ച് ഉള്ളതൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ വീട്ടിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ അധികം ഇതാക്കിയില്ല. പിന്നെ ഷേസിൻ്റെ അധികം റിങ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിങ്ങും തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെയിൻ്റെയും ഷെസൻ്റെയും നദൻ്റെയും ഓൾട്ടർ ചെയ്യാനുണ്ട്. എൻ്റെത് സെമി സ്റ്റിച്ച്ഡ് ആയിരുന്നു. അപ്പം എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരുമ്പോൾ പോരുന്നതിൻ്റെ മുന്നേ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാൻ്റെയൊക്കെ ജുബൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് ലെങ്ത്ത് കുറക്കാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാണ്. സാധാരണഗതിയിൽ നമുക്ക് യാത്രകൾ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ തലേ ദിവസമാണ് കേട്ടോ മിക്കപ്പോഴും ആൾട്രേഷനൊക്കെ ചെയ്യൽ. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ച് കുറച്ച് നേരത്തെ തന്നെ ആക്കാം, അങ്ങനെ ഹറിബറി ആക്കണ്ട വിചാരിച്ചിട്ട് എല്ലാം കുറച്ച് നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് അസ്കർക്കാർക്കും ഷെസിനും ഷെയ്സനൊക്കെ ഷൂസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അസ്കർക്കാർക്ക് ചെരുപ്പൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മലപ്പുറത്തുള്ള ഷോ ക്ലബ്ബിൽ വന്നതാണ്. അപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് ബൂട്ട്സിൻ്റെ ഒക്കെ. അപ്പം എന്തായാലും കുട്ടികൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ബൂട്ട്സാണ് വേണ്ടതെന്ന്. അപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലും ആണുങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ, നമുക്ക് ലേഡീസിനാണ് ഷോപ്പിങ്ങിനൊക്കെ കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കുക. പിന്നെ ഇത്തവണ നമ്മൾ കുറേ കാര്യങ്ങൾ ഓൺലൈനായിട്ടാട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഒന്നാമത് റെസ്റ്റ് ആയപ്പം ഓൺലൈനിൽ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പോട്ട്ലി ബാഗ്സ്, ചെറിയ ബാഗ് ഉണ്ടല്ലോ, അതൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സും അങ്ങനെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അവരുടെ ഷോപ്പിങ്ങും തീർന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയാണ് കേട്ടോ നമ്മളുടെ ഷോപ്പിംഗ് വീഡിയോ വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി നിക്കാ വീഡിയോ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.